ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഓട്ടോ പാർട്ട് 7. കരുത്തനായൊരു ചെറുപ്പക്കാരനാണ് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് മനസ്സമ്മതത്തിന് നിൽക്കുന്ന പെൺകുട്ടിയുമായി സ്നേഹത്തിലാണെന്ന് വിളിച്ചു പറയുന്നത്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരമൊരു സംഭവം ആദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്ക്. ഇവളോട് തന്നെ ചോദിക്ക്. തങ്കച്ചന്റെ നോട്ടം സൂസന്നയിൽ തറഞ്ഞു നിന്നു. പുനർജന്മം കിട്ടിയ പ്രതീതിയായിരുന്നു അവൾക്ക്. തന്റെ രക്ഷകൻ തന്നെ ഉപേക്ഷിച്ചിട്ടില്ല. തങ്കച്ചൻ ഒരു ചുവട് കൂടി സൂസന്നയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. സൂസന്നെ, അവൻ വിളിച്ചു. അവൾ മെല്ലെ മുഖമുയർത്തി. ആ കണ്ണുകളിൽ 2 നീർമുത്തുകൾ തിളങ്ങി നിന്നു. നിന്റെ നാവ് കൊണ്ട് തന്നെ പറ, നമ്മൾ തമ്മിൽ സ്നേഹമല്ലായിരുന്നോ? ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ഒന്നിച്ചാണെന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് 1000 പ്രാവശ്യം നമ്മൾ ശപഥം ചെയ്തതല്ലേ? പറയ്. അവൻ ചോദ്യം ആവർത്തിച്ചു. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അതുവരെ മരവിച്ചു നിന്നിരുന്ന റപ്പായി ചേട്ടൻ ഒരു കുതിപ്പിൽ അവന് മുന്നിലെത്തി. എന്താടാ നീ പറഞ്ഞത്? നേരവും കാലവും നോക്കി കഞ്ഞി വെക്കുന്ന നിന്നെപ്പോലൊരു പീറ ഓട്ടോക്കാരനെ എന്റെ മോള് സ്നേഹിച്ചെന്നോ? ഹു! റപ്പായി ചേട്ടൻ വർദ്ധിച്ച കോപത്തോടെ തങ്കച്ചന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. കള്ളം പറഞ്ഞ് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺപിള്ളാരുടെ കല്യാണം മുടക്കിയാലുണ്ടല്ലോ, കൊന്നു കളയിഞ്ഞ്. തങ്കച്ചൻ റപ്പായി ചേട്ടന്റെ കൈ തട്ടിമാറ്റി. റപ്പായി ചേട്ടൻ കോപതാപങ്ങളാൽ ജ്വലിക്കുകയായിരുന്നു. തന്റെ മകൾക്ക് ഇതിലും നല്ലൊരു ബന്ധം ഇനി കിട്ടില്ല. എന്തു വന്നാലും ഈ വിവാഹം മുടങ്ങാൻ പാടില്ല. റപ്പായി ചേട്ടൻ ജോസുകുട്ടിയെ തേടുകയായിരുന്നു. തങ്കച്ചൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ കൈകാര്യം ചെയ്യാൻ ജോസുകുട്ടി ചട്ടമ്പികളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. മങ്ങാട്ട് പറമ്പിൽ ജെയ്സൺ കുര്യാക്കോസും സ്പിരിറ്റ് ജോമോനും അവരുടെ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട 5-8 മല്ലന്മാരെയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. ജോസുകുട്ടിയെ അവിടെ എങ്ങും കാണാതായപ്പോൾ റപ്പായി ചേട്ടൻ ഒന്ന് പതറി. ഓട്ടോ തങ്കച്ചൻ റപ്പായി ചേട്ടനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചുറ്റും കൂടി നിന്നവർക്ക് നേരെ തിരിഞ്ഞു. ഈ ശവവണ്ടി റപ്പായി പറയുന്നത് പോലെ ഞാൻ കള്ളം പറഞ്ഞ് കല്യാണം മുടക്കാവുന്നതല്ല. ഞാനും സൂസനയും തമ്മിൽ സ്നേഹമായിരുന്നു. ഞങ്ങളുടെ മനസ്സമ്മതം ഇതുപോലൊരു ഞായറാഴ്ച ഇതേ ഇടവക പള്ളിയിൽ വെച്ച് ഈ നിൽക്കുന്ന വികാരിയച്ഛൻ നടത്തിയതാണ്. അതല്ലെങ്കിൽ വികാരിയച്ഛനോട് തന്നെ ചോദിക്ക്. ദാ നിൽക്കുന്നു. ഓട്ടോ തങ്കച്ചൻ തുരുത്തേലച്ഛന്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. തുരുത്തേലച്ഛൻ നിസ്സഹായതയോടെ അവനെ ഒന്ന് നോക്കി. പിന്നെ മുഖം കുനിച്ചു. റോബിൻ വിയർപ്പിൽ കുളിച്ച് വിളറി നിൽക്കുകയാണ്. സൂസന്നയുടെ നനഞ്ഞ കണ്ണുകൾ ഭീതി നിഴൽ വിരിച്ചു. തങ്കച്ചായനെ എല്ലാരും ചേർന്ന് ഉപദ്രവിക്കുമോ എന്നായിരുന്നു അവളുടെ ഭയം. തങ്കച്ചായൻ പള്ളിയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കിയാൽ തല്ലിക്കൊല്ലാൻ ചട്ടമ്പികളെ ഏർപ്പാടാക്കിയത് അവള് പറഞ്ഞതാണ്. 5ാം നാവികപ്പടയാണ് ജോസുകുട്ടിക്ക് സഹായമെല്ലാം ചെയ്തു കൊടുത്തത്. എങ്ങനെയും രക്ഷപ്പെടാൻ തങ്കച്ചനോട് പറയണമെന്ന് അവൾ ആഗ്രഹിച്ചു. പക്ഷേ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച്. അപ്പോഴേക്കും ചെറുക്കന്റെ കൂട്ട് വന്നവർ അടക്കം പറയാൻ തുടങ്ങി. ഇയാള് പറയുന്നത് നേരായിരിക്കും. ഈ പെണ്ണുമായിട്ട് എന്തേലും ഇടപാടില്ലാതെ ഇത്രയും പേരുടെ മുമ്പിൽ ഒന്ന് വെറുതെ ആരേലും വീരവാദം ഒഴുക്കുവോ? ചെറുക്കന്റെ അമ്മാച്ചൻ കുമളിക്കാരൻ ആന്റണി തെല്ലുറക്കെ പറഞ്ഞു. ഇനിയിപ്പോ പെണ്ണിന് വയറ്റിലുണ്ടോന്ന് ആർക്കറിയാം. ഏതായാലും നമ്മുടെ ചെറുക്കന് കുറച്ച് ദൈവാധീനമുണ്ട്. അതിൽ കല്യാണവും കൊച്ചിന്റെ മാമോദിസയും മുക്കും ഒന്നിച്ച് നടത്തേണ്ടി വന്നേനെ. അങ്ങനെ പോയി അഭിപ്രായങ്ങൾ. സ്ത്രീകളൊക്കെ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവരുടെ നോട്ടം സൂസന്നയിലായിരുന്നു. നോക്കിക്കേ, അവൾക്ക് വല്ല കൂസലും ഉണ്ടോന്നു. ഹോ, ഇങ്ങനെയും പെൺപിള്ളാരുണ്ടോ? സ്ത്രീകൾ മൂക്കത്ത് വിരൽ വെച്ചു. അലക്സാണ്ടർ മുതലാളിയും ഭാര്യ റോസയും എല്ലാം കേട്ടും കണ്ടും സ്തബ്ധരായി നിൽക്കുകയായിരുന്നു. ജീവിതത്തിൽ ഇതുപോലൊരു അപമാനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. റോസയുടെ മൂത്ത ആങ്ങള ആന്റണി അവരുടെ അടുത്തേക്ക് വന്നു. അളിയോ, ഇനി ഇവിടെ നിന്ന് നാണം കെടാനാണെങ്കിൽ അതിന് ഞങ്ങളെ കിട്ടത്തില്ല. വരുന്നെങ്കി വാ. പെണ്ണില്ലാത്ത നാടൊന്നും അല്ലിത്. നമ്മുടെ ചെറുക്കന് വേറെ പെണ്ണിനെ കിട്ടും. അത് പറഞ്ഞ് ആന്റണി മറ്റുള്ളവരോടായി വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ വാ. അതല്ല ബിരിയാണിയും കൂടെ തിന്നിട്ടേ വരുന്നുള്ളെങ്കിൽ ഇവിടെ നിന്നോ. ആന്റണിയും കൂടെയുള്ളവരും പുറത്തേക്ക് ഇറങ്ങി. റപ്പായി ചേട്ടൻ നെഞ്ച് തകർന്നിട്ടെന്നോണം വാതിലിൽ തറഞ്ഞു നിന്നു. ഈ എരപ്പാളി പറയുന്നത് കേട്ട് നിങ്ങൾ ആരും പോകരുതേ. ഇവൻ കൊലപാതകിയാ. മങ്ങാട്ട് പറമ്പിലെ കുര്യാക്കോസ് മുതലാളിയുടെ മകനെ കൊന്നവനാ. ഇവന്റെ പെങ്ങളെ എന്റെ മകൻ ജോസൂട്ടി കല്യാണം കഴിക്കാത്തതിന്റെ വിരോധം തീർക്കാൻ കള്ളം പറഞ്ഞ് കല്യാണം മുടക്കാനാ ഈ നായിന്റെ മോൻ വന്നത്. നിങ്ങൾ ആരും അത് വിശ്വസിക്കരുതേ. റപ്പായി ചേട്ടൻ ഒരു ഭ്രാന്തനെ പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ
ആളുകൾ പുറത്തേക്കിറങ്ങി. ഒടുവിൽ അലക്സാണ്ടർ മുതലാളിയും ഭാര്യ റോസയും റോബിനും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ റപ്പായി ചേട്ടൻ തളർന്നുപോയി. അലക്സാണ്ടർ മുതലാളി റപ്പായി ചേട്ടന്റെ അടുക്കലെത്തിയപ്പോൾ നിന്നു. ഹെഡോ റപ്പായി, ഞങ്ങളോട് ഈ കൊലച്ചതി വേണ്ടായിരുന്നു. എന്റെ വീട്ടിലെ പട്ടിക്കൂടിന്റെ വില പോലും ഇല്ലാത്ത തന്റെ മകളെ എന്റെ മകൻ ഇഷ്ടമായതുകൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എന്ന് വെച്ച് വല്ലവന്റെയും കുഞ്ഞിനെ വയറ്റിലോണ്ട് വരുന്നവളുടെ പേരെടുക്കാമെന്ന് ഞാൻ ഏറ്റിട്ടില്ലടോ. ഇനിയിപ്പോ ആ ഓട്ടോക്കാരനെ തന്നെ അങ്ങ് കെട്ടിച്ചു കൊടുക്ക്. തനിക്കും തന്റെ കുടുംബത്തിനും ചേരുന്ന ബന്ധമാത്. അലക്സാണ്ടർ മുതലാളി നടന്നു. പിന്നാലെ ഭാര്യയും മകനും. ഓട്ടോ തങ്കച്ചൻ അപ്പോഴും പള്ളിക്കകത്ത് നിൽക്കുകയായിരുന്നു. റപ്പായി ചേട്ടന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബന്ധുക്കൾ മാത്രമേ അപ്പോൾ പള്ളിയിലുണ്ടായിരുന്നുള്ളൂ. എല്ലാ കണ്ണുകളും തങ്കച്ചനിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. പള്ളിമേടയിലെ കൽത്തൂണിൽ ഭാരം മുഴുവൻ ചേർത്ത് വെച്ച് തളർച്ചയോടെ നിൽക്കുകയായിരുന്നു സൂസന്ന. തങ്കച്ചൻ അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു. സൂസന്ന സാവധാന മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ ഇടനെഞ്ചു പൊട്ടുന്നത് പോലെ അവന് തോന്നി. അവൻ മെല്ലെ ആ കണ്ണുനീർ ഒപ്പിയെടുത്തു. ഇന്ന് നിന്നെ ഞാൻ രക്ഷിച്ചു. പക്ഷെ എനിക്ക് വേണ്ടി ഒന്ന് നീ ചെയ്യണം. എനിക്ക് കൊലക്കയറാണ് വിധിക്കുന്നതെങ്കിൽ ആ നിമിഷം എന്നെ നീ മറക്കണം. ഇതേ ഇടവക പള്ളിയിൽ വെച്ച് നിന്റെ മനസ്സമ്മതം അന്ന് നടക്കുമ്പോ ഈ കണ്ണുകൾ നിറയരുത്. എന്റെ മുഖം പോലും നിന്റെ മനസ്സിലുണ്ടാവരുത്. സൂസന്ന ഏങ്ങലടിച്ചു കരഞ്ഞു. തങ്കച്ചൻ തിരിഞ്ഞു നിന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു തുരുത്തേലച്ചൻ. അച്ചോ, എന്നോട് ക്ഷമിക്കണം, തങ്കച്ചൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. തുരുത്തേലച്ചൻ അവനെ ഒന്ന് നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. ജോസുകുട്ടിയും ഗുണ്ടകളും അല്പം മിനുങ്ങാൻ വേണ്ടി ബാറിൽ പോയി തിരിച്ചു വരുമ്പോൾ ചെറുക്കൻ കൂട്ടർ വന്ന വാഹനങ്ങളൊന്നും വഴിയിൽ കണ്ടില്ല. നമ്മള് താമസിച്ചൊന്നുമില്ലല്ലോ, ഇത്ര പെട്ടെന്ന് മനസ്സമ്മതം കഴിഞ്ഞോ? അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് അവർ ഒതുക്കുകല്ലുകൾ കയറിയത്. അപ്പോൾ ഒതുക്കുകല്ലുകൾ ഇറങ്ങുകയായിരുന്നു ഓട്ടോ തങ്കച്ചൻ. തങ്കച്ചനെ കണ്ടതും ജോസുകുട്ടി സംശയത്തോടെ നിന്നു. ഒപ്പം ഗുണ്ടകളും. തങ്കച്ചനും ജോസുകുട്ടിയും മുഖാമുഖം നോക്കി നിന്നു നിമിഷങ്ങളോളം. പിന്നെ യാതൊന്നും സംഭവിക്കാത്ത മട്ടിൽ തങ്കച്ചൻ ഒതുക്കുകല്ലുകൾ ഇറങ്ങാൻ തുടങ്ങിയതും റപ്പായി ചേട്ടൻ ഓടിക്കെതച്ചെത്തി. എടാ ജോസുകുട്ടി, അവനെ വിടരുതടാ, മനസ്സമ്മതം മുടക്കിയിട്ട് പോവാ, അവനെ തല്ലിക്കൊല്ലടാ, റപ്പായി ചേട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ജോസുകുട്ടിയിൽ ഒരു നടുക്കമുണ്ടായി. കണക്കുകൂട്ടലുകൾ തെറ്റിയോ? അവനൊന്ന് പിടഞ്ഞുണർന്നു. തങ്കച്ചൻ അവസാനത്തെ പടിയിലെത്തിയിരുന്നു. അവന് ജീവനോടെ വിടരുത്, കൊന്ന് ഈ പള്ളിമുറ്റത്തിട്ടോ, ഗുണ്ടകളോടായി പറഞ്ഞിട്ട് ജോസുകുട്ടി തങ്കച്ചന് നേരെ പാഞ്ഞു. ഓട്ടോ തങ്കച്ചൻ തിരിഞ്ഞു നിന്നു. ജോസുകുട്ടിയുടെ വലത് കൈ തങ്കച്ചന് നേരെ ഉയർന്നു. തങ്കച്ചൻ ആ കൈ കടന്നു പിടിച്ചു, പിന്നോട്ട് വളച്ചു. പിന്നെ അവനെ പൊക്കിയെടുത്ത് പാഞ്ഞെടുക്കുന്ന ഗുണ്ടകൾക്ക് നേരെ വീശിയെറിഞ്ഞു. ജോസുകുട്ടിയും ഗുണ്ടകളും തെറിച്ചു വീണു. അവർ പെടഞ്ഞെഴുന്നേൽക്കുന്ന സമയം കൊണ്ട് തങ്കച്ചൻ പ്രതിരോധ ശക്തി വീണ്ടെടുത്തു. മദ്യലഹരിയിലായിരുന്ന ജോസുകുട്ടിയും ഗുണ്ടകളും തങ്കച്ചന്റെ ഓരോ ഇടിക്കും ചെതറി വീണു. തങ്കച്ചനോട് അടിച്ചു നേടാനാവില്ലെന്നറിഞ്ഞ ഗുണ്ടകൾ ജോസുകുട്ടിയുടെ കാറിനടുത്തേ കൂടി. കാറിനുള്ളിൽ കരുതി വെച്ച വടിവാളും കൊടുവാളും മലപ്പുറം കത്തിയും ഒക്കെയായി ഗുണ്ടകൾ തിരിച്ചു വന്നപ്പോഴേക്കും 10-25 ഓട്ടോറിക്ഷകൾ ഒന്നിനു പുറകെ ഒന്നായി അവർക്ക് ചുറ്റും വലയം ചെയ്തു. ഓട്ടോറിക്ഷയിൽ നിന്ന് ചാടി ഇറങ്ങിയവരുടെ എല്ലാം കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഓട്ടോ തങ്കച്ചന് നേരെ കൈപൊക്കാൻ നെഞ്ചുറപ്പുള്ളവൻ ആരാടാ? പട്ടികളെ! വടിവാളുകുട്ടൻ ആക്രോശിച്ചുകൊണ്ട് ചീറിയെടുത്തു. അപ്പോഴും തങ്കച്ചൻ ജോസുകുട്ടിയെ നിലം തൊടിയിക്കാതെ പെരുമാറുകയായിരുന്നു. സംഗതി പന്തികേടാണെന്ന് ഗുണ്ടകൾക്ക് മനസ്സിലായി. ഓരോരുത്തരും മെല്ലെ പിൻവലിയാൻ തുടങ്ങി. ഒടുവിൽ ജോസുകുട്ടി മാത്രമായി. ഒരു പഴന്തുണി കെട്ടുപോലെ അവൻ നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഓട്ടോ തങ്കച്ചൻ അവനെ പിടിച്ചുയർത്തി. എന്റെ കഴുത്തില് കൊലക്കയറി വീഴുന്നതിന് മുമ്പ് സൂസന്നയുടെ കല്യാണം നടത്തണം, അല്ലേടാ? കേസിന്റെ വിധി പറയാൻ ഇനി കൃത്യം 1 മാസവും 5 ദിവസവും ഉണ്ട്. നീ തുണ്ടത്തിൽ റപ്പായുടെ മകനാണെങ്കിൽ കല്യാണം നടത്തി നോക്ക്. ഓട്ടോ തങ്കച്ചൻ വെല്ലുവിളിക്കുക. ചെല്ല്, കൂട്ടിന് 5ാം നാവികപ്പട ഉണ്ടല്ലോ, ചെല്ല്. തങ്കച്ചൻ ജോസുകുട്ടിയെ പിടിച്ച് ശക്തിയിൽ തള്ളി. പിന്നെ ഓട്ടോക്കാർക്കിടയിലൂടെ നടന്നു. അപ്പോഴും അവശേഷിച്ച ഗുണ്ടകളെ അടിച്ചോടിക്കുകയായിരുന്നു വടിവാളുകുട്ടനും കൂടം ബാബുവുമൊക്കെ. തങ്കച്ച! ആരെയും ശ്രദ്ധിക്കാതെ നടന്നു നീങ്ങുന്ന തങ്കച്ചന് പിന്നാലെ യൂണിയൻ ചെല്ലപ്പൻ നിന്നു. തങ്കച്ചൻ തിരിഞ്ഞു നിന്നു. നിനക്ക് ഞങ്ങളോടൊരു വാക്ക് പറയാമായിരുന്നില്ലേടാ? ഇത്രയും പേരുടെ മുമ്പിൽ ജീവൻ കളഞ്ഞിട്ട് വേണമായിരുന്നോ സൂസന്നയുടെ കല്യാണം മുടക്കാൻ? അതോ ഞങ്ങളെയൊക്കെ നീ അന്യനായി കാണാൻ തുടങ്ങിയോ? ചെല്ലപ്പന്റെ വാക്കുകളിൽ
പരിഭവം നിറഞ്ഞു നിന്നു. ചെല്ലപ്പൻ ചേട്ടാ, ഞാൻ വന്നത് വഴക്കുണ്ടാക്കാനായിരുന്നില്ല. ഇവിടെ വരുമ്പോൾ സൂസനെ രക്ഷപ്പെടുത്തണമെന്ന് മാത്രമേ ഞാൻ ആശിച്ചുള്ളൂ. ഈ കല്യാണം നടന്നാൽ അവള് ജീവൻ ഒടുക്കുമെന്നാ എന്നോട് പറഞ്ഞത്. അവളത് ചെയ്യുമെന്ന് എനിക്കറിയാൻ ചെല്ലപ്പൻ ചേട്ടാ. അത്രയ്ക്ക് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പേ അവള് പോയാൽ വയ്യ ചെല്ലപ്പൻ ചേട്ടാ. എന്റെ സൂസനെ ജീവനോടുണ്ടെന്നുള്ള മനസമാധാനത്തോടെ വേണം എനിക്ക് പോകാൻ. അല്ലാതെ വെറും 35 ദിവസം മാത്രം ആയുസുള്ള എനിക്ക് സൂസന്നയോടൊത്തൊരു ജീവിതം കിനാവ് കാണാൻ പോലും പറ്റുമോ? തങ്കച്ചന്റെ സ്വരമിടറി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. തങ്കച്ച, അങ്ങനെയൊന്നും പറയരുതേ. സൂസന നിനക്കുള്ളതാ. നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യും. യൂണിയൻ ചെല്ലപ്പൻ അവനെ ആശ്വസിപ്പിച്ചു. തങ്കച്ചന്റെ ചുണ്ടിൽ വിളറിയൊരു പുഞ്ചിരി വിടർന്നു കൊഴിഞ്ഞു. പിന്നെ ഒന്നും ഉരിയാടാതെ അവൻ നടന്നു. സൂസന്നയുടെ മനസ്സമ്മതം മുടങ്ങിയതായിരുന്നു 4-5 ദിവസത്തേക്ക് നാട്ടിലെ സംസാര വിഷയം. തങ്കച്ചൻ നട്ടല്ലുള്ളവനാടാ. ഷവ്വണ്ടിയുടെ പത്രാസൊന്നും അവന്റെ അടുത്ത് ചെലവാകത്തില്ല. കണ്ടില്ലേ, അത്രയും പേരുടെ മുന്നിൽ ചെന്ന് തല ഉയർത്തി നിന്നിട്ട് പറഞ്ഞത് സൂസന്ന അവന്റെ പെണ്ണാണെന്ന്. ആണായാൽ അങ്ങനെ വേണം. നാട്ടുകാർ ഒന്നടങ്കം പറഞ്ഞു. റപ്പായി ചേട്ടനോ ജോസ് കുട്ടിയോ പുറത്തിറങ്ങിയാൽ ആളുകൾ പരിഹസിക്കും. ജോസ് കുട്ടിയുടെ മനസ്സിൽ പ്രതികാരത്തിന്റെ തീക്കനൽ എരിഞ്ഞുകൊണ്ടിരുന്നു. തന്നെയും കുടുംബത്തെയും നാണം കെടുത്തിയ ഓട്ടോ തങ്കച്ചന്റെ കുടുംബം ഒന്നാകെ ഇല്ലാതാക്കണം. ആദ്യം തങ്കച്ചനെ കൊല്ലുക, അത് കഴിഞ്ഞ് ആനിയെ നശിപ്പിക്കണം. പിന്നെ ഷൈനി, ആ കിളുന്തു പെണ്ണ്, അവളുടെ ജീവിതം കൂടി തകർത്താൽ സമസ്യ പൂർത്തിയാകും. ലക്ഷം ദേവസ്യാച്ചായന്റെ കുടുംബത്തിൽ ഇനി ഒരു കല്യാണം നടക്കാൻ പാടില്ല. ജോസ് കുട്ടി പ്രതിജ്ഞയെടുത്തു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ അവൻ ടൗണിലേക്ക് പോകാൻ ഇറങ്ങി. നീ എങ്ങോട്ട് പോവാടാ ജോസുകുട്ടി? 3-4 ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന ജോസുകുട്ടി വേഷം മാറി ഇറങ്ങുന്നത് കണ്ടപ്പോൾ റപ്പായി ചേട്ടൻ ചോദിച്ചു, ആ നായിന്റെ മോനെ കൊല്ലാൻ, എന്റെ പെങ്ങടെ കല്യാണം മുടക്കിയവന്റെ ആയുസ് വെട്ടിക്കളയാൻ. ജോസുകുട്ടി കാറിലേക്ക് കയറി. 5-ാം നാവികപ്പട എല്ലാ സായാഹ്നങ്ങളും ഒത്തുകൂടാറുള്ള ബാറിന് മുന്നിൽ ജോസുകുട്ടിയുടെ മാരുതി ബ്രേക്ക് ഇട്ട് നിന്നു. ബാറിലെ ആളൊഴിഞ്ഞ കോണിൽ 5-ാം നാവികപ്പട മദ്യം നുണഞ്ഞും സൂസന്നയുടെ കല്യാണം മുടങ്ങിയതിലുള്ള സന്തോഷം പങ്കുവച്ചു ഇരിപ്പുണ്ടായിരുന്നു. ജോസുകുട്ടി എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ അവരുടെ അടുത്തേക്ക് ചെന്നു. അല്ല, ഇതാര്? ജോസുകുട്ടിയോ? കുറച്ചു ദിവസം ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ, എന്തു പറ്റി? ജെയ്സൺ കുര്യാക്കോസ് ചെറുചിരിയോടെ കുശലം ചോദിച്ചു. ഹാ, അതെന്താ ജെയ്സ, നീ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ജോസുകുട്ടിയുടെ പെങ്ങട കല്യാണം ആ കഴിവേറ് മുടക്കിയില്ലേ? അത്രയും പേരുടെ മുന്നിൽ ആകെ കൊളവായില്ലേ? നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതുകൊണ്ടായിരിക്കും പുറത്തിറങ്ങാതിരുന്നത്. മോട്ടി ഒളി കണ്ണാൽ ജോസുകുട്ടിയെ നോക്കി. സ്പിരിറ്റ് ജോമോൻ മദ്യം ഒന്ന് സിപ്പ് ചെയ്തിട്ട് കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. അതിന് വീട്ടിലടങ്ങിയിരുന്നിട്ട് എന്താ പ്രയോജനം? ഓട്ടോ തങ്കച്ചന് പെങ്ങന്മാര് 2 പേരില്ലേ? രണ്ടും ആറ്റൻ സൈസ. കല്യാണം അടുത്ത് വരുമ്പോ രണ്ടും മുടക്കിയേക്കണം. ബദലുക്ക് ബദൽ. നിസ്സാര മട്ടിലാണ് സ്പിരിറ്റ് ജോമോൻ പറഞ്ഞത്. പോരാ, സ്പിരിറ്റ് ജോമോന്റെ വാക്കുകളെ തടസ്സപ്പെടുത്തിയെടുത്തോണം ജോസുകുട്ടി ശബ്ദിച്ചു. അവളുടെയൊക്കെ കല്യാണം നടത്താൻ ലക്ഷം ദേവസ്യാച്ചായന്റെ കയ്യിൽ എന്നാ പൂക്കാച്ചോള ഇരുന്നട്ടാ. കഞ്ഞി വെക്കുന്നത് നേരെ നോക്കിയിട്ടാ പിന്നെ ആ കല്യാണം. ജോസുകുട്ടി ഒന്ന് നിർത്തിയിട്ട് ചോരക്കൊതി പൂണ്ടവനെ പോലെ മുരണ്ടു. അതുവരെ കാത്തിരിക്കാൻ തുണ്ടത്തിൽ ജോസുകുട്ടിക്ക് മനസ്സില്ല. ആദ്യം എന്റെ പ്രതികാരം അവനോട് തന്നെയാ, തങ്കച്ചനോട്. അത് കഴിഞ്ഞ് ആ തെറിച്ചവൾ ആനി, അതും കഴിഞ്ഞ് ഇളയവൾ ഷൈനി. 5-ാം നാവികപ്പടയുടെ 10 കണ്ണുകൾ ജോസുകുട്ടിയെ തുറിച്ചു നോക്കി. വീണ്ടും ജോസുകുട്ടിയുടെ ശബ്ദം, പക്ഷേ നിങ്ങൾ എന്നെ ചെറുതായിട്ടൊന്ന് സഹായിക്കണം. വെറുതെ വേണ്ട, പകരം ഓട്ടോ തങ്കച്ചന്റെ 2 പെങ്ങന്മാരെയും നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിട്ട് തരാം. ഞങ്ങളെന്താ ചെയ്യേണ്ടത് പറ? ജെയ്സൺ കുര്യാക്കോസ് ധൃതി കൂട്ടി. പഴഞ്ചനാണേലും ഒരു ലോറി എനിക്ക് ഒപ്പിച്ചു തരണം. ഓട്ടോറിക്ഷയിൽ ലോറി ഇടിപ്പിച്ച് ഡ്രൈവറെ കൊല്ലാൻ മിടുക്കുള്ള ഒരു ഡ്രൈവറും വേണം. പണം എത്രയായാലും ജോസുകുട്ടിക്ക് പ്രശ്നമല്ല. 2 ദിവസത്തിനുള്ളിൽ തങ്കച്ചൻ ആക്സിഡന്റിൽ മരിച്ചിരിക്കണം. ഇതാ ബ്ലാക്ക് ചെക്ക. ലോറിയുടെ വിലയും കൊല്ലാനുള്ള ഡ്രൈവറുടെ കൂലി എഴുതിയെടുത്തു. ജോസുകുട്ടി പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ചെക്ക് ലീഫ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. 5-ാം നാവികപ്പടയുടെ കണ്ണുകൾ തിളങ്ങി. റപ്പായി ചേട്ടനും കുഞ്ഞന്നാമയും ആദി പിടിച്ച മനസ്സുമായി ഉറങ്ങാതെ ജോസുകുട്ടിയെ കാത്തിരിക്കുകയായിരുന്നു. രാത്രി ഏറെ ഇരട്ടിയതിനു ശേഷമാണ് ജോസുകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയത്. ഉറയ്ക്കാത്ത കാലടികളോടെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന മകനെ റപ്പായി ചേട്ടൻ 1-2 നിമിഷം നോക്കി നിന്നു.
എവിടായിരുന്നടാ ഇത്രയും നേരവും? പാതിരാ കോഴിക്കൂ വരെ ഉറങ്ങിയിട്ടുണ്ടല്ലോടാ. തെന്നി തെറിച്ച് അകത്തേക്ക് കയറിയ ജോസുകുട്ടി തിരിഞ്ഞു നിന്നു. റപ്പായി ചേട്ടൻ അവന്റെ അടുത്തേക്ക് ചെന്നു. ദേവസ്യച്ചായന്റെ മകനെ കൊല്ലാൻ പോകാന്ന് പറഞ്ഞു പോയിട്ട് 4 കാലയിലാണല്ലോടാ നിന്റെ വരവ്. ഈ പരുവത്തിൽ പോയാൽ നിനക്കൊരു ചുണ്ടലിയെങ്കിലും കൊല്ലാൻ പറ്റുമോ? റപ്പായി ചേട്ടൻ തെല്ലു ദേഷ്യത്തോടെ ചോദിച്ചു. കൊല്ലാൻ തന്നെയാ പോയത്. ഈ ജോസുകുട്ടി അവനെ കൊല്ലുക മാത്രമല്ല, ലക്ഷം ദേവസ്യാച്ചായന്റെ കുടുംബം മുഴുവൻ വെണ്ണീറാക്കുകയും ചെയ്യും. ജോസുകുട്ടി കുഴഞ്ഞ ശബ്ദത്തിൽ ഒരു വെല്ലുവിളി പോലെ പറഞ്ഞു. ചുമ്മാ പുളുവത് അടിക്കാതടാ ജോസുകുട്ടി. മനസ്സമ്മതത്തിന്റെ അന്ന് പള്ളി വന്ന് അവൻ അത്രയും ഗോഷ്ടി കാണിച്ച് കല്യാണം മുടക്കി പോയിട്ട് അവന്റെ ഒരു രോമത്തെ പോലെ നിനക്ക് തൊടാൻ പറ്റിയോ? തങ്കച്ചൻ വന്നാൽ വെട്ടും കുത്തും കൊല്ലും എന്നൊക്കെ പറഞ്ഞു കുറെ ചട്ടമ്പികളെയും കുറച്ചു ദിവസം തീറ്റി പോറ്റിയല്ലോടാ. എന്നിട്ട് എന്തുണ്ടായടാ? റപ്പായി ചേട്ടൻ ആകെ വിരണ്ടു. ചട്ടമ്പികളെ വരുത്തിയ വകയിൽ തന്നെ കുറെ രൂപ ചെലവായിട്ടും പ്രയോജനമുണ്ടാകാത്തതിലായിരുന്നു അയാൾക്ക് ദേഷ്യവും സങ്കടവും. ജോസുകുട്ടി ഒന്ന് പതറി. എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൻ ന്യായീകരിച്ചു. അന്ന് തങ്കച്ചനെ കൊന്നിരുന്നേൽ ഇപ്പോ ഞാൻ കമ്പിയഴി എണ്ണി വന്നേനെ. ഈ സുഖസൗകര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ കൊണ്ടുവന്നതാ. അതൊക്കെ കളഞ്ഞിട്ട് ഞാൻ ജയിലിൽ പോയി ഗോതമ്പുണ്ട തിന്നാനോ? അവൻ ചിറി കൂട്ടി. പിന്നെ എന്തോത്തിനാടാ ആണാണെന്നും പറഞ്ഞ് നടക്കുന്നത്? നാണമില്ലേ നിനക്ക്? റപ്പായി ചേട്ടൻ ശബ്ദമുയർത്തി. അപ്പച്ച, ഒരു കേസിലും പെടാതെ അവനെ ഞാൻ കൊല്ലും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. എങ്ങനാന്നറിയൂ? ലോറി ഇടിപ്പിച്ച്. അതിനു വേണ്ടി ഒരു ലോറിയും വിലയ്ക്ക് വാങ്ങുക. കൂടെ കൊല്ലാനുള്ള ഡ്രൈവറെ. വണ്ടി അപകടത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർ മരിക്കുന്നത് സർവ്വസാധാരണമാ. എന്റെ പേരിൽ ഒരു കേസും വരത്തില്ല. നേരാണോടാ ജോസൂട്ടി? റപ്പായി ചേട്ടന്റെ കണ്ണുകൾ തിളങ്ങി. സ്പിരിറ്റ് ജോമോൻ നാളെ എല്ലാം ഏർപ്പാടാക്കും. അപ്പച്ചൻ 2 ദിവസം കൂടി ക്ഷമിക്ക്. ജോസുകുട്ടി ആടി ആടി അകത്തേക്ക് നടന്നു. വാതിലിന് മറഞ്ഞു നിന്നുകൊണ്ട് എല്ലാം കേട്ട സൂസന്ന വിറങ്ങലിച്ചു പോയി. ഹൃദയം പൊട്ടിപ്പിളരുന്നത് പോലെ. ജോസുകുട്ടി അകത്തേക്ക് വരുന്ന ശബ്ദം അവൾ കേട്ടപ്പോൾ മെല്ലെ പിൻവലിഞ്ഞു. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ജോസുകുട്ടി സ്പിരിറ്റ് ജോമോന്റെ ഗോഡൌണിലെത്തി. അവിടെ അവനെ കാത്തിട്ടെന്നോണം 5-ാം നാവികപ്പടയുണ്ടായിരുന്നു. എല്ലാരും രാവിലെ തന്നെ എത്തിയല്ലോ. അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ജോസുകുട്ടി ഗോഡൌണിലേക്ക് ചെന്നത്. ജോസുകുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഞങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? ഇനിയിപ്പോ 5-ാം നാവികപ്പട എന്നുള്ളത് 6-ാം നാവികപ്പട എന്നാക്കിയാലോന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അത് പറഞ്ഞ് ജെയ്സൺ കുര്യാക്കോസ് ചിരിച്ചു. ജോസുകുട്ടിക്ക് അഭിമാനം തോന്നി. അതെ, 6-ാം നാവികപ്പട. ടൗണിലെ സമ്പന്നന്മാരുടെ മക്കളിൽ താനും ഒരാളാകുന്നു. ആ ജോസുകുട്ടി, ലോറിയും ഡ്രൈവറെയും ഒക്കെ റെഡിയായിട്ടുണ്ട്. ഓപ്പറേഷൻ എപ്പോ നടത്തണമെന്ന് മാത്രം ഇനി തീരുമാനിച്ചാൽ മതി. സ്പിരിറ്റ് ജോമോൻ ഒരു സിഗരറ്റിന് തീ കത്തിച്ചു. ഇത്ര പെട്ടെന്നോ? ജോസുകുട്ടി അത്ഭുതപ്പെട്ടു. സ്പിരിറ്റ് ജോമോൻ ഒന്ന് ചിരിച്ചു. ജെയ്സൺ പറഞ്ഞത് കേട്ടില്ലേ? ജോസുകുട്ടിയുടെ പ്രശ്നം ഞങ്ങളുടേതുമാണ്. എറണാകുളത്ത് എന്റെ കുറെ സ്പിരിറ്റ് ലോബികളുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ അവർക്ക് ഫോൺ ചെയ്തിരുന്നു. കൊച്ചു വെളുപ്പാങ്കാലത്ത് ലോറിയും ഡ്രൈവറും എത്തി. പിന്നെ സ്പിരിറ്റ് ജോമോൻ ഗോഡൌണിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. മൂസാക്ക! വിളിയൊച്ച കേട്ടതും കറുത്ത് തടിച്ച ഉരുക്കുപോലൊരു മനുഷ്യൻ അവിടേക്ക് വന്നു. ജോസുകുട്ടി അയാളെ അടിമുടി നോക്കി. തലമുടി പറ്റ വെട്ടിയിരിക്കുന്നു. വസൂരിക്കല ബാധിച്ച ആ കറുത്ത മുഖം തന്നെ ഭീകരമാണ്. ജോസുകുട്ടി, ഇതാണ് മൂസാക്ക. സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ താമസം. പരോളിൽ ഇറങ്ങിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. സ്പിരിറ്റ് ജോമോൻ പറഞ്ഞു. ആന്ധ്രയിൽ കൊണ്ടുവന്ന സ്പിരിറ്റ് പിടിക്കാൻ വന്ന പോലീസ് ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ച് പോന്നതാ. ജീപ്പിലിരുന്ന എസ്ഐയും 3 പോലീസുകാരും ക്ലോസ്. ജീവപര്യന്തമൊന്നും മൂസാക്കയ്ക്ക് പ്രശ്നമല്ല. അതൊന്നും തന്നെ ബാധിക്കില്ലെന്ന മട്ടിൽ നിൽക്കുകയാണ് മൂസാക്ക. ജോസുകുട്ടി ഫാൻഡത്തെ മാൻഡ്രിയാക്കിനെ പോലും നേരിട്ട് കാണുന്നത് പോലെ അയാൾ നോക്കി നിന്നു. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇവര് തമ്മിൽ സംസാരിക്കട്ടെ അല്ലേ ജോമോനെ? ജെയ്സൺ കുര്യാക്കോസ് ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ ചെക്ക് തന്നിട്ടില്ലേ? തുക എത്ര വേണേ എഴുതിയെടുത്തോ. എനിക്ക് ഓട്ടോ തങ്കച്ചന്റെ ശവം കിട്ടിയാ മതി. ജോസുകുട്ടി പെട്ടെന്ന് പറഞ്ഞു. സ്പിരിറ്റ് ജോമോൻ മൂസാക്കയെ നോക്കി. മൂസോക്ക മുന്നോട്ട് ആഞ്ഞു നിന്നു. 4 ലക്ഷം. ഒരാഴ്ചക്കുള്ളിൽ ശവം തരും. ലോറിയുടെ ശവത്തിന്റെയും കൂടെയാ. 4 ലോറി ഇന്ന് വേണേലും പേരിലാക്കി തരാം. പാറപ്പുറത്ത് ഉരസം പോലുള്ള പരുപരുത്ത ശബ്ദം. സംഭവം എല്ലാം നടന്നു കഴിഞ്ഞിട്ട് എന്റെ പേരിലാക്കിയാൽ പോരെ? ലോറി എന്റേതാണെന്നറിഞ്ഞാൽ ഞാനും കേസിൽ പ്രതിയാവില്ലേ? അതുമല്ല, ഞാനാണിതിന് പിന്നിലെന്ന് ആരും അറിയുകയും ചെയ്യരുത്. ജോസുകുട്ടി 5-ാം നാവികപ്പടയുടെ നേരെ നോട്ടമയച്ചു.
അത് ശരിയാ മൂസാക്ക, ജോസുകുട്ടി ഇപ്പൊ കളത്തി വരണ്ട. ഓട്ടോ തങ്കച്ചന്റെ ശവമടക്കൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ആറി തണുത്തിട്ട് പേരിലാക്കിയാ മതി. സ്പിരിറ്റ് ജോമോൻ മൂസാക്കയെ തന്നെ നോക്കി കണ്ണിറുക്കിയത് ജോസൂട്ടി കണ്ടില്ല. ശരി, ഇതിനെ സംബന്ധിച്ച് എന്ത് കേസ് വന്നാലും ഞാൻ ഏറ്റോളാം. പിന്നെ ഓട്ടോയുടെ നമ്പറും അവന്റെ ഫോട്ടോയും വേണം. മൂസാക്ക പറഞ്ഞു. ഫോട്ടോ വീട്ടിലിരിപ്പുണ്ട്, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ടെമ്പിൾ കോർണറിലാ അവന്റെ സ്റ്റാൻഡ്. മൂസാക്ക അമർത്തി ഒന്ന് മൂളി. ഫോട്ടോയുമായി ഞാൻ ഉടനെ വരാം. ജോസുകുട്ടി പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി പോകുന്നതും നോക്കി നിന്ന് 5-ാം നാവികപ്പടയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി ഊറിക്കൂടി. മൂസാക്ക, ഇവന് ഞങ്ങളുടെ ശത്രു തന്നെയാ. എന്റെ ചേട്ടനെ കൊന്ന ഓട്ടോ തങ്കച്ചന്റെ കാമുകിയ ഇവന്റെ പെങ്ങള്. അവളെ ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് വേണം. ആ പോയ ജോസുകുട്ടിയെ പാപ്പരാക്കി പഴയ കൊച്ചു ശവവണ്ടിയാക്കിയിട്ട് വേണം ഞങ്ങൾക്കൊരു കളി കളിക്കാൻ. ജെയ്സൺ കുര്യാക്കോസ് പല്ലു ഞെരിച്ചു. ജോസുകുട്ടി വീട്ടിലെത്തിയതും റെപ്പായി ചേട്ടൻ ചോദിച്ചു, പോയിട്ട് എന്തായടാ? മങ്ങാട്ട് പറമ്പിലെ ജെയ്സൺ കുര്യാക്കോസും സ്പിരിറ്റ് ജോമോനും ഒക്കെ എന്റെ കൂടെ ഉണ്ടപ്പച്ച. അവരിന്നലെ രാത്രിയിൽ തന്നെ ലോറിയും ഡ്രൈവറേയും ഒക്കെ ഏർപ്പാടാക്കി. ഡ്രൈവർ ആണെങ്കിൽ സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങിയ പാർട്ടിയാ. 4 ലക്ഷമാ ചോദിക്കുന്നേ. അതിച്ചിരി കൂടുതലല്ലേടാ ജോസൂട്ടി? അതെങ്ങനാ? ലോറി നമ്മൾ വാങ്ങിച്ചിരിക്കുക. അതൂടെ കൂട്ടിയാ 4. 4എങ്കിൽ 4. മനസ്സമ്മതത്തിന്റെ അന്നത്തെ പോലെ ചീറ്റി പോകരുത്, റപ്പായി ചേട്ടൻ ഓർമ്മിപ്പിച്ചു. ജോസുകുട്ടി അകത്തെ മുറിയിലേക്ക് പോയി ഫോട്ടോയും എടുത്ത് കാറിനടുത്തേക്ക് നടന്നു. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡും കഴിഞ്ഞ് ആനി ജോലി ചെയ്യുന്ന ടെലിഫോൺ ബൂത്തിന് മുന്നിലെത്തിയപ്പോൾ അവൻ കാർ നിർത്തി ഡോർ ഗ്ലാസ്സിലൂടെ നോക്കി. ആനി തനിച്ചേ ഉള്ളൂ. അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ടെലിഫോൺ ബൂത്തിലേക്ക് കയറി വരുന്ന ജോസുകുട്ടിയെ കണ്ട് ആനി ആദ്യം ഒന്ന് പതറി, പിന്നെ ധൈര്യം സംഭരിച്ചു. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. ചുരിദാറിനുള്ളിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന നിറഞ്ഞ യുവനം, ഒരിക്കൽ തനിക്ക് തീറെഴുതി തന്ന സൗന്ദര്യം, അന്ന് താൻ കളങ്കപ്പെടുത്താത്ത ഈ മാദകത്വം ഇന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും അപഹരിച്ചെടുക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. പ്രതികാരത്തിനു വേണ്ടി എന്നും തനിക്ക് മുമ്പിൽ ജയിച്ച ഓട്ടോ തങ്കച്ചനോട് പകപോക്കാൻ ആനി പുച്ഛത്തിൽ അവനെ നോക്കിയതേ ഉള്ളൂ. എന്തോ നാടി തുറച്ചു നോക്കുന്നത്? സൂസന്നയുടെ കല്യാണം മുടക്കിയതുകൊണ്ട് നീയൊക്കെ ജയിച്ചെന്ന് കരുതണ്ട. നിന്റെ മനസ്സമ്മതവും ഈ പള്ളി വെച്ച് നടക്കുമല്ലോ. അന്ന് കാണിച്ചു തരാമടി തുണ്ടത്തിൽ ജോസുകുട്ടി ആരാണെന്നു. ജോസുകുട്ടി മുരണ്ടു. ആനി പുച്ഛത്തോടെ ചിരിച്ചു. അതിന് എന്റെ മനസ്സമ്മതം നടക്കുമെന്ന് ആര് പറഞ്ഞു? തുണ്ടത്തിൽ ജോസുകുട്ടി കൈനോട്ടക്കാരെ വല്ലവരും കണ്ടോ? അവൾ വീണ്ടും ചിരിച്ചു. ജോസുകുട്ടിയിൽ ലഹരി പകർത്തുന്ന ചിരി. പിന്നെ നീ എന്താടി മടത്തിൽ ചേരാൻ പോവാണോ? അല്ല, ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ, കോന്തനായ തുണ്ടത്തിൽ ജോസുകുട്ടിയേക്കാൾ ഒരു പണവട മുന്നിൽ നിൽക്കുന്ന നട്ടലിലുള്ള ഒരുത്തന്റെ കൂടെ സുഖമായി ഞാൻ ജീവിക്കും. അവൾ ചിറി കൂട്ടി. ഇല്ലടി, നീ ജീവിക്കില്ല. ഞാനതിന് സമ്മതിക്കില്ല. അവൻ ആനിക്ക് നേരെ വിരൽ ചൂണ്ടി. അതിനു മുമ്പേ നിന്നെ ഞാൻ പിഴപ്പിക്കുമടി. നിന്നെ മാത്രമല്ല, നിന്റെ ഇളയവളെ. ഈ പട്ടണത്തിൽ ഓരോരുത്തർക്കും 2നെ ഞാൻ തൂക്കി വിൽക്കുമടി കൊടിച്ചിപ്പട്ടി. അന്ന് പരലോകത്തിരിക്കുന്ന നിന്റെ ചട്ടമ്പി ആങ്ങള രക്ഷിക്കുമോന്ന് കാണട്ടെ. ഛീ, ഇറങ്ങിപ്പോടാ ആണും പെണ്ണും കെട്ടവനെ. ആനി ചാടി എണീറ്റു. ജോസുകുട്ടി ഒന്ന് പതറി. തങ്കച്ചനെ കണ്ട് നീ ഇപ്പൊ നെകളിച്ചോ? നല്ലോണം നെകളിച്ചോ? ഏറിയാൽ ഒരാഴ്ച. അത് കഴിഞ്ഞ് നീ എന്റെ കാൽച്ചുവട്ടിൽ വരും. നീ മനസ്സിലൊന്ന് കോറിയിട്ടോ, നീയും നിന്റെ അനുജത്തെയും ആദ്യം അറിയുന്ന പുരുഷൻ തുണ്ടത്തിൽ ജോസുകുട്ടിയായിരിക്കും. ഇതെന്റെ ഒരു വാശിയാ, അടങ്ങാത്ത പ്രതികാരമാ. ജോസുകുട്ടി തിരിഞ്ഞു നടന്നു. കാറിൽ കയറിയതും ജോസുകുട്ടി ഫോട്ടോ എടുത്തു നോക്കി. പുഞ്ചിരിക്കുന്ന തങ്കച്ചന്റെ ചിത്രം. 4-5 പടങ്ങളിൽ ഒരെണ്ണം എടുത്തവൻ കുനുകുനെ കീറി. നിന്റെ ആയുസ് അവസാനിച്ചിരിക്കുന്നു. ഓരോ ദിവസം ഓട്ടോ എടുക്കുമ്പോഴും ആനി ഓർമ്മിപ്പിക്കും, തങ്കച്ചായ സൂക്ഷിക്കണേ, ഇപ്പോൾ ജോസുകുട്ടി തനിച്ചല്ലെന്ന് ഓർമ്മ വേണം. അത് കേൾക്കുമ്പോൾ തങ്കച്ചൻ നൂറിച്ചിരിക്കും. പേടിക്കണ്ട വേണേ, നിന്നെയൊക്കെ കെട്ടിച്ചു വിടുന്നത് വരെ തങ്കച്ചായനെ ഒരു ചുക്കു ആർക്കും ചെയ്യാൻ പറ്റില്ല. കർത്താവിനറിയാം നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളെന്നു. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോഴും തങ്കച്ചന്റെ മനസ്സിൽ കോടതി വിധിയായിരുന്നു. വിധി തനിക്ക് അനുകൂലമല്ലെങ്കിൽ. രാവിലെ തന്നെ ഓട്ടോ സ്റ്റാൻഡ് സജീവമായിരുന്നു. 10 മണിവരെ ജോലിക്കാരുടെയും വിദ്യാർത്ഥികളുടെ ഓട്ടമാണ്. തിരക്കുള്ള ഓട്ടമെല്ലാം കഴിഞ്ഞ് സ്റ്റാൻഡിൽ കിടക്കുമ്പോഴാണ് വടിവാളുകുട്ടൻ എതിർവശത്തുള്ള മുറുക്കാൻകടയുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ ചൂണ്ടി പറഞ്ഞത്. തങ്കച്ച, ദാ ആ നിൽക്കുന്ന കറുത്ത് തടിച്ച വസൂരിക്കുത്തുള്ള അയാളെ ഒന്ന് ശ്രദ്ധിച്ചേ. 3-4 ദിവസമായി അയാൾ ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്.
ശരിയാ, ഇന്നലെ ഞാൻ അയാളെ കണ്ടതാ. ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്. കൂടം ബാബു അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. തങ്കച്ചൻ ആ കറുത്ത് തടിച്ച മനുഷ്യനെ അടിമുടിയൊന്ന് നോക്കി. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു മുഖം കണ്ടിട്ടില്ല. ആളെ കണ്ടിട്ട് അത്ര ശരിയല്ല. ഞാൻ പോയെന്ന് പരിചയപ്പെട്ടിട്ട് വന്നാലോ? മഞ്ചട്ടി രമണൻ ചോദിച്ചു. വേണ്ട, തങ്കച്ചൻ അയാളുടെ മുഖത്തു നിന്ന് ദൃഷ്ടി മാറ്റാതെ പറഞ്ഞു. ഓട്ടോ ഡ്രൈവർമാരുടെ നോട്ടം തന്നിലാണെന്ന് അറിഞ്ഞതും കറുത്ത് തടിച്ച മനുഷ്യൻ എവിടെയോ മറഞ്ഞു. തങ്കച്ച, സൂക്ഷിക്കണം. കല്യാണം മുടക്കിയതിന്റെ സങ്കടം തീർക്കാൻ കൊച്ചു ശവണ്ടി കാശ് വാരി എറിയും. അത് ഓർമ്മ വേണം. വടിവാളുകുട്ടൻ എന്തോ ഓർത്തിട്ടെന്ന് വേണം തുടർന്നു. നീ ജീവിച്ചിരുന്നാൽ സൂസന്നയുടെ കല്യാണം നടക്കത്തില്ലെന്ന് അവർക്കറിയാം. ഇനി നിന്നോട് എതിർക്കുന്നത് എല്ലാ പഴുതുമടച്ചുകൊണ്ടായിരിക്കും. തങ്കച്ചൻ ഡ്രൈവർ സീറ്റിനിടയിൽ വലത് കൈപ്പാങ്ങിന് തിരികെ വെച്ചിരുന്ന മൂർച്ചയേറിയ മലപ്പുറം കത്തി വലിച്ചെടുത്തു. ഇത് കണ്ടോ? ഇനി ആര് വന്നാലും ഒന്നിനെങ്കിലും ഞാൻ കാച്ചിക്കളയും. 3 തരം. ഓരോരുത്തർക്കും ഓട്ടം വന്നപ്പോൾ ആ സംസാരം അവിടെ മുറിഞ്ഞു. അന്ന് തങ്കച്ചന് നല്ല ഓട്ടമായിരുന്നു. സന്ധ്യയോടെ ഓട്ടം നിർത്താമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് മണിപ്പുഴയിലേക്ക് ഒരു ഓട്ടം കിട്ടിയത്. മനസ്സില്ലാ മനസ്സോടെ തങ്കച്ചൻ വണ്ടിയെടുത്തു. മണിപ്പുഴയിൽ ആളെ ഇറക്കി തിരിച്ചു വരുമ്പോൾ പലരും കൈ കാണിച്ചെങ്കിലും തങ്കച്ചൻ വണ്ടി നിർത്തിയില്ല. മനസ്സിൽ പലവിധ ചിന്തകളായിരുന്നു. തങ്കച്ചൻ ഓട്ടോ സ്പീഡിൽ വിട്ടു. അപ്പോൾ കോടിമത ചിറയിൽ അവന്റെ ഓട്ടോയും കാത്തൊരു ലോറി കിടപ്പുണ്ടായിരുന്നു. ഓട്ടോ കോടിമത ചിറ കഴിഞ്ഞതും ലോറി സ്റ്റാർട്ടായി. പിന്നെ ഓട്ടോയ്ക്ക് പിന്നാലെ ഒരു കുതിപ്പായിരുന്നു. ഇരയെ കണ്ട സിംഹത്തിന്റെ പാച്ചിൽ പോലെ. പിന്നിൽ വരുന്ന ദുരന്തമറിയാതെ തങ്കച്ചന്റെ ഓട്ടോ കൊടിമത പാലത്തിലേക്ക് കയറി. പൊടുന്നനെയാണത് സംഭവിച്ചത്. ചിഹ്നം വിളിച്ചു പായുന്ന മതയാനെ പോലെ കുതിച്ചു വന്ന ലോറി ഓട്ടോയെ ഇടിച്ചു തെറിപ്പിച്ചു. കൊടിമത പാലത്തിന്റെ കൈവരിയും തകർത്ത് ഒരു ഹുങ്കാരത്തോടെ ലോറിയും ഓട്ടോറിക്ഷയും കൊടുൂറ്റാരിൽ പതിച്ചു. ഓട്ടോ തങ്കച്ചൻ കൊടുൂരാറ്റിലെ ജലപ്പരപ്പിനടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങി ഒരു കവിൾ വെള്ളം തുപ്പിക്കളഞ്ഞു. പിന്നെ അവൻ ഇരു കൈകളാലും തുഴഞ്ഞു നിന്നുകൊണ്ട് ചുറ്റും കണ്ണോടിച്ചു. ഇരുളിൽ ഒന്നും വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അവൻ നന്നേ ക്ഷീണിതനായിരുന്നെങ്കിലും വെള്ളത്തിൽ തുഴഞ്ഞു നിന്നുകൊണ്ട് ഒരു കുറ്റാന്വേഷണകനെ പോലെ ആരെയോ ചുറ്റും പരതുകയായിരുന്നു. ഇത് സ്വാഭാവിക അപകടമല്ലെന്ന് മനസ്സിലായി. പൊടുന്നനെ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഓട്ടോ സ്റ്റാൻഡിന് എതിർവശത്തുള്ള മുറുക്കാൻ കടയുടെ മുന്നിൽ 2-3 ദിവസമായി തന്നെ നിരീക്ഷിച്ചു വന്ന കറുത്ത് തടിച്ച വസൂരിക്കുത്തുള്ള ആ മുഖമായിരുന്നു. അപ്പോഴേക്കും നേർത്ത ഇരുട്ടിൽ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ആരോ കരയിലേക്ക് നീന്തുന്നത് മിന്നായം കണക്കെ അവൻ കണ്ടു. തങ്കച്ചൻ സർവശക്തിയും എടുത്ത് അയാൾക്ക് പിന്നാലെ നീന്തി. അപകട വിവരമറിഞ്ഞ് കോടൂരാറിന്റെ ഇരുതലങ്ങളിലും ജനങ്ങൾ തടിച്ചുകൂടി. കനത്ത ഇരുട്ടിൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നില്ല. ഓട്ടോ തങ്കച്ചൻ അതൊന്നും ശ്രദ്ധിക്കാതെ മുമ്പോട്ട് നീന്തി നീങ്ങുന്ന മനുഷ്യന്റെ പിന്നാലെ കുതിച്ചു നീന്തി. അയാൾ കരയിലേക്ക് അടുക്കുന്നതും ഓട്ടോ തങ്കച്ചൻ കാലിൽ പിടുത്തമിട്ടു. കരയിലേക്ക് കയറാൻ തുടങ്ങിയ ആ കറുത്ത് തടിച്ച മനുഷ്യൻ വീണ്ടും വെള്ളത്തിലേക്ക് വഴുതി വീണു. കഴുത്തോളം താഴ്ചയുള്ള കോടൂരാറിന്റെ തീരത്ത് നിന്നുകൊണ്ട് തങ്കച്ചൻ അയാളെ പിടിച്ച് മുഖത്തോടടുപ്പിച്ചു. ആ മുഖം കറുത്ത് തടിച്ച വസൂരിക്കുത്തുള്ള മുഖം. ഓട്ടോ സ്റ്റാൻഡിൽ 2-3 ദിവസമായി തന്നെ നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ആ മനുഷ്യൻ. തങ്കച്ചന്റെ ഹൃത്തടത്തിൽ ഒരു കൊള്ളിയാൻ മിങ്ങി. പറയടാ നായിന്റെ മോനെ, നീ ആരാ? ആ കറുത്ത് തടിച്ച മനുഷ്യൻ തങ്കച്ചന്റെ മുഖത്തേക്ക് തെല്ലും ദയയില്ലാതെ നോക്കി. പിന്നെ പുഞ്ചിരിച്ചു. ഞാൻ മൂസാക്ക. കഴുത്തറ്റം വെള്ളത്തിൽ നിന്ന് തങ്കച്ചൻ ആയത്തിൽ അയാളുടെ മുഖം അടച്ചൊരടി കൊടുത്തു. നീ മൂസാക്ക, ഞാൻ തങ്കച്ചൻ, ഓട്ടോ തങ്കച്ചൻ. പറഞ്ഞതും തങ്കച്ചൻ അയാളുടെ അരക്കെട്ടിൽ പിടിച്ചുയർത്തി കോടൂരാറിന്റെ തീരത്തേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ തങ്കച്ചനും ചാടി കരയ്ക്കെത്തി. അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി. ഇനി വല്ലൊരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? ആരൊക്കെയോ അവരോട് ഉദ്വേഗത്തോടെ ചോദിച്ചു. തങ്കച്ചൻ ആരെയും കണ്ടില്ല, ഒന്നും കേട്ടില്ല. അവന്റെ ശ്രദ്ധ മുഴുവൻ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഓടാൻ ശ്രമിക്കുന്ന കറുത്ത് തടിച്ച മനുഷ്യനിലായിരുന്നു. തങ്കച്ചൻ ഒരു കുതിപ്പിൽ അയാളെ പിടിച്ചു നിർത്തി. പിന്നെ പടക്കം പൊട്ടുന്ന ഒരടി കൊടുത്തു. പറയടാ നായിന്റെ മോനെ, നിന്നെ ആരാ പറഞ്ഞു വിട്ടത്? ഓട്ടോ തങ്കച്ചനെ കൊല്ലാൻ ആരാ പറഞ്ഞു വിട്ടാന്ന് പറയാൻ തങ്കച്ചൻ ആക്രോശിച്ചു. അപ്പോഴും അയാൾ പുഞ്ചിരിച്ചതേ ഉള്ളൂ. ചുറ്റും നിന്ന ജനത്തിന് ഒന്നും മനസ്സിലായില്ല. തങ്കച്ചൻ വീണ്ടും അയാളെ അടിക്കാൻ കൈ ഉയർത്തിയതും ജനക്കൂട്ടത്തിൽ നിന്ന് 1-2 പേർ അവർക്ക് മുന്നിലെത്തി. അങ്ങനങ്ങ് ഷൈൻ ചെയ്യാതെ അപകടം അറിഞ്ഞു വന്ന നാട്ടുകാരാ ഞങ്ങൾ. എന്നിട്ടിപ്പോ അപകടത്തിൽപ്പെട്ട് ആറ്റിൽ വീണ നിങ്ങൾ തമ്മിൽ വഴക്കോ? ആ കളി ഇവിടെ വേണ്ട. ആരാ ഓട്ടോറിക്ഷ ഡ്രൈവർ?
തങ്കച്ചൻ മൂസാക്കയുടെ കുത്തിന് പിടിച്ച് മുഖം തിരിച്ചു. ഞാനാ ഓട്ടോ തങ്കച്ചൻ. ഓട്ടോയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അവരെ കൂടി രക്ഷിച്ചിട്ട് മതി ഈ തിമിലക്കളി. ഇല്ല, മണിപ്പുഴ കവലയിൽ ആളെ ഇറക്കിയിട്ട് കാലിയായാ ഞാൻ വന്നത്. തങ്കച്ചൻ അതും പറഞ്ഞു. മൂസാക്കയുടെ അടിവയറ്റിലൊരു തൊഴി കൊടുത്തു. ഇത് അപകടമല്ല, എന്നെ കൊല്ലാൻ ആരോ ഇവനെ പറഞ്ഞയച്ചതാ. അത് ഉറപ്പാ. സത്യം അറിയാതെ ഇവനെ വിടരുത്. തങ്കച്ചൻ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മൂസാക്കയുടെ പിന്നാലെ ചെന്നു. കാര്യമൊന്നും മനസ്സിലാകാതെ ജനക്കൂട്ടവും അവർക്ക് പിന്നാലെ ഓടി. രണ്ടിനെയും വിടരുത്, എന്തോ പ്രശ്നമെന്ന് ഞങ്ങളോട് അറിയണമല്ലോ. അപ്പോഴേക്കും ആരോ ഫോൺ ചെയ്തതനുസരിച്ച് പോലീസും ഫയർഫോഴ്സും രംഗത്തെത്തി. റോഡിൽ ആൾക്കൂട്ടം കണ്ട് പോലീസ് ജീപ്പ് നിർത്തി. SI മിന്നൽ റഷീദും സംഘവും ചാടിയിറങ്ങി. എന്താടാ റാസ്കൽ, കോടിമത പാലത്തിൽ ലോറിയും ജീപ്പും കൂട്ടിയിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവിടാണോടാ ആൾക്കൂട്ടം? മാറി നില്ലടാ. SI റഷീദ് ജനക്കൂട്ടത്തിന് നേരെ ആക്രോശിച്ചു. അപകടം നടന്നത് ശരിയാ സാറേ. ദാ ആ അടി ഉണ്ടാക്കുന്നവരാ അപകടത്തിൽപ്പെട്ടത്. അതറിയാനാ ഞങ്ങൾ പുറകെ ചെന്നത്, ഒരാൾ പറഞ്ഞു. അപ്പോൾ ഓട്ടോ തങ്കച്ചയും മൂസാക്കയും തമ്മിൽ ഗംഭീര അടി നടക്കുകയായിരുന്നു. അടിയിൽ നിന്നൊഴിവായി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു മൂസാക്ക. സത്യം പറയാതെ നിന്നെ ഞാൻ വിടില്ലടാ ചെറ്റേ. വധശിക്ഷ കാത്തു കഴിയുന്ന ഒരു കൊലപ്പുള്ളിയെ ഞാൻ. ഇനി 1 or 2 നായിന്റെ മക്കളെ കൂടി കൊന്നാലും ശിക്ഷ ഒന്നേ ഉള്ളൂ. പറ, ഇത് കരുതിക്കൂട്ടി ചെയ്തതാ. ആരാ ഇതിന്റെ പിന്നിൽ? സത്യം പറയാതെ നിന്നെ ഞാൻ വിടില്ല. മൂസാക്കയെ പിടിച്ചുയർത്തി ഒരടി കൂടി കൊടുത്തിട്ട് ഓട്ടോ തങ്കച്ചൻ മുരണ്ടു. ജോസുകുട്ടി, തുണ്ടത്തിൽ ജോസുകുട്ടി, നേർത്ത പുഞ്ചിരിയോടെ മൂസാക്ക പറഞ്ഞു. അപ്പോഴേക്കും SI റഷീദും പോലീസുകാരും അവിടെ പാഞ്ഞെത്തി. പട്ടി കഴിവേറികളെ, ആക്സിഡന്റും കഴിഞ്ഞ് രണ്ടൂടെ ഗുസ്തി പിടിക്കുവാണോടാ? കേറടാ ജീപ്പിലോട്ട്. ഓട്ടോ തങ്കച്ചനെ കണ്ട് SI മിന്നൽ റഷീദ് ചീറി. ഹെഡ് കോൺസ്റ്റബിൾ ചുടലരാമുണ്ണിയും പോലീസുകാരും തങ്കച്ചനെയും മൂസയും പിടിച്ചു വലിച്ച് ജീപ്പിലേക്കിട്ടു. ഓട്ടോ തങ്കച്ചൻ തുണ്ടത്തിൽ ബംഗ്ലാവിന് മുന്നിൽ തലയുയർത്തി നിന്നു. അവനോടൊപ്പം ഓട്ടോ ഡ്രൈവർമാരെല്ലാം ഉണ്ടായിരുന്നു. ഇറങ്ങി വാടാ കൊച്ചു ശവവണ്ടി, അതല്ലേൽ ഞങ്ങൾ ഈ വീട് കത്തിക്കും, വടിവാള് കുട്ടൻ ആക്രോശിച്ചു. റപ്പായി ചേട്ടൻ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. എന്തോ നാടാ വീടിന് മുന്നിൽ വന്ന് ഗോഗോ വിളിക്കുന്നത്? കൂടം ബാബു റപ്പായി ചേട്ടന് മുന്നിലേക്ക് ചെന്നു. ഗോഗോ വിളിക്കുന്നത് എന്തിനാണെന്ന് തനിക്ക് അറിയില്ല അല്ലേടാ ശവവണ്ടി? കൊച്ചു ശവവണ്ടി വിളിക്കണോ? അവൻ പറയും എന്തിനാ ഞങ്ങൾ വന്നതെന്ന്. ശവവണ്ടി എന്ന് വിളി കേട്ടതും റപ്പായി ചേട്ടൻ കോപതാപങ്ങളാൽ ജ്വലിച്ചു. ഹു, ശവവണ്ടിന്ന് നിന്റെയൊക്കെ തന്തേ ചെന്ന് വിളിക്കടാ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പോലീസിനെ ഞാൻ പിടിക്കും. പോടാ പുല്ലേ, പോലീസ് വന്നാൽ ഞങ്ങളെ മൂക്കിലോട്ട് വലിച്ചു കയറ്റുമോ? വിളിക്കടാ തന്റെ പോലീസിനെ. മഞ്ചട്ടി രമണൻ റപ്പായി ചേട്ടനെ പിടിച്ചു വലിച്ചു മുറ്റത്തേക്ക് നിർത്തി. ഒച്ചയും ബഹളവും കേട്ട് കുഞ്ഞന്നാമയും വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. റപ്പായി ചേട്ടന് ചുറ്റും കൂടി നിൽക്കുന്ന ഓട്ടോ ഡ്രൈവർമാരെ കണ്ട് അവർ അന്താളിച്ചു. അയ്യോ, ഇതെന്തോ നിങ്ങൾ കാണിക്കുന്നേ? കുഞ്ഞന്നാമ്മ ഉറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ട് റപ്പായി ചേട്ടന്റെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവർക്കിടയിൽ നിൽക്കുന്ന തങ്കച്ചനെ കണ്ടത്. അപ്പോ നീ ഗുണ്ടകളെ വിളിച്ചോണ്ട് വന്നിരിക്കുക അല്ലേടാ? എന്റെ ജോസൂട്ടി ഇവിടെ ഇല്ലാത്തത് നിന്റെ ഭാഗ്യാടാ. അങ്ങേരെ വിടടാ പട്ടികളെ, തൊള്ള തുറക്കാതെ തള്ളേ. അവനെ കാണാൻ തന്നെ ഞങ്ങൾ വന്നത്. അവനെ കിട്ടിയില്ലേ തന്തേ ഞങ്ങൾ കൊണ്ടുപോകും. യൂണിയൻ ചെല്ലപ്പൻ പിന്നെ കൂടുള്ളവരടായ കൽപ്പിച്ചു. ഇയാളെ പിടിച്ച് ഓട്ടോയിലിട്ട് കയറ്റിക്കോ. കേസും പോക്കാറും ഒക്കെ പിന്നത്തെ കാര്യം. യൂണിയൻ ചെല്ലപ്പന്റെ ആജ്ഞ കേട്ടതും മറ്റുള്ളവർ റപ്പായി ചേട്ടനെ പൊക്കിയെടുത്തു. അപ്പോഴും ഓട്ടോ തങ്കച്ചൻ നിശബ്ദനായി നിന്നതേ ഉള്ളൂ. സംഗതി പന്തികേടാണെന്നറിഞ്ഞ കുഞ്ഞന്നാമ്മ ഒന്ന് തണുത്തു. ഇതിയാനെ നിങ്ങൾ എന്തിനാ കൊണ്ടുപോകുന്നത്? എന്താ കാര്യം? അങ്ങനെ വഴിക്ക് വാ തള്ളേ. യൂണിയൻ ചെല്ലപ്പൻ മുന്നോട്ട് ചെന്നു. ഇന്നലെ നിങ്ങളുടെ മകൻ ഈ നിൽക്കുന്ന തങ്കച്ചനെ കൊല്ലാൻ ലോറിയും വാടക കൊല്ലാളി ഏർപ്പാടാക്കിയത് അറിഞ്ഞില്ലായിരുന്നോ? അപ്പനും മകനും കുറെ വിലസി. ഇനി അത് വേണ്ട. തങ്കച്ചന്റെ ഓട്ടോ കൊടുവൂരാറ്റിൽ പാട്ടക്കഷ്ണമായിട്ട് കിടപ്പുണ്ട്. അത് നിങ്ങൾ തന്നെ എടുത്തോ. അതിന്റെ വില ഇങ്ങ് തന്നാ മതി. അയ്യടാ, ആ തകര കഷ്ണം ഇവിടെ ആർക്കും വേണ്ട. എനിക്ക് നല്ല പളവള മിന്നുന്ന കാറുണ്ടടാ. റപ്പായി ചേട്ടൻ കുതിറി. ഒന്നുകിൽ ഓട്ടോയുടെ പണം തരണം, അതല്ലേ ഒന്ന് മേടിച്ചു തരണം. എന്തു പറയുന്നു? കൂടം ബാബു ചോദിച്ചു. ഇല്ലടാ, ഒരു ചില്ലി കാശ് പോലും ഞാൻ തരത്തില്ല. റപ്പായി ചേട്ടൻ ചീറി. റപ്പായി ചേട്ടൻ പറഞ്ഞു തീർന്നതും മഞ്ചട്ടി രമണൻ പടക്കം പൊട്ടുന്നത് പോലെ ഒന്നു കൊടുത്തു. റപ്പായി ചേട്ടൻ പൊളഞ്ഞുപോയി. ചെറ്റത്തരം കാണിച്ചിട്ട് വീമ്പടക്കുന്നു, കൊന്നുകളയും. വടിവാളുകുട്ടൻ അടിക്കാൻ കൈ ഉയർത്തിയതും സൂസന്ന നിലവിളിച്ചുകൊണ്ട് ഓടിയെത്തി. അപ്പച്ചനെ ഒന്നും ചെയ്യരുതേ, എന്തു വേണേലും തരാം. തങ്കച്ചായ ഒന്നും ചെയ്യരുതെന്ന് പറ. സൂസന്ന തങ്കച്ചന്റെ കയ്യിൽ പിടിച്ചു കരഞ്ഞു.
അങ്ങേരെ വിട്, വണ്ടിയുടെ കാശ് ഞാൻ തരാം, കുഞ്ഞന്നാമ്മ ഭയവിഹുലതയോടെ പറഞ്ഞു. ഒരു ചില്ലി കാശ് പോലും കൊടുക്കരുതടി, ഇവനൊക്കെ എന്നാ പുളുത്തോന്നൊന്ന് കാണട്ടെ, റപ്പായി ചേട്ടൻ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ മിണ്ടാതെ മനുഷ്യ, കുഞ്ഞന്നാമ്മ അയാളെ ശാസിച്ചിട്ട് ഓട്ടോക്കാരാടായി പറഞ്ഞു. ഇത് ഞാൻ പറയുന്നത് കേൾക്കണ്ട, കാശ് ഞാൻ തരാം, നിങ്ങൾ നാളെ വാ. ശരി, ഞങ്ങൾ പോകുന്നു. നാളെ കാശ് തന്നില്ലെങ്കിൽ തന്തേനെ മോനെയും കാച്ചിക്കളയും ഞങ്ങള്. ഓട്ടോ ഡ്രൈവർമാർ പിന്തിരിഞ്ഞു. തങ്കച്ചൻ റപ്പായി ചേട്ടന്റെ മുന്നിലെത്തി. റപ്പായി ചേട്ടാ, ആയുസിന്റെ ബലം കൊണ്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ നിമിഷം വേണമെങ്കിൽ നിങ്ങളെയൊക്കെ കൊന്നു കൊല വിളിക്കാം. പക്ഷേ ഈ പെണ്ണിനെ ഓർത്ത് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരിക. ഇവളുടെ കണ്ണീര് കാണാൻ വയ്യാഞ്ഞിട്ട്, സൂസന്നെ ചൂണ്ടി പറഞ്ഞിട്ട് തങ്കച്ചൻ തിരിഞ്ഞു നടന്നു. കുമ്പസാരക്കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തങ്കച്ചന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോനെ തങ്കച്ച, കർത്താവ് നിന്നെ കൈവിടില്ല, നീ സമാധാനപ്പെട്, ദൈവം എന്നും ദുഃഖിതരോടൊപ്പമുണ്ട്. തുരുത്തേലച്ചൻ അവനെ കെട്ടിപ്പിടിച്ചു. ആ പുരോഹിതന്റെ മിഴികളും നിറഞ്ഞൊഴുകുകയായിരുന്നു. അച്ഛൻ ഒരു ഉപകാരം മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മാത്രം മതി. കോടതി എന്നെ ശിക്ഷിച്ചാൽ എനിക്ക് വേണ്ടി കാത്തിരിക്കരുതെന്ന് സൂസന്നയോട് പറയണം. അവൾ പാവമാണച്ചോ. പൊടുന്നനെ ഒരു തേങ്ങൽ കേട്ടു. തുരുത്തേലച്ഛനും തങ്കച്ചനും മുഖമുയർത്തി. പിന്നിൽ സൂസന്ന. ഞാൻ കാത്തിരിക്കും, എന്റെ തങ്കച്ചായന് വേണ്ടി ലോക അവസാനം വരെ ഞാൻ കാത്തിരിക്കും. അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ തങ്കച്ചന്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി. തങ്കച്ചൻ അവളെ പിടിച്ചു മാറ്റി. ഞാൻ ജീവനോടുണ്ടെങ്കിൽ മാത്രം കാത്തിരുന്നാ മതി. തങ്കച്ചൻ തിരിഞ്ഞു നടന്നു. തങ്കച്ചായ, അവൾ പിന്നാലെ ഓടിച്ചെന്നെങ്കിലും അവൻ നടന്നു കഴിഞ്ഞിരുന്നു, തിരിഞ്ഞു നോക്കാതെ. പിറ്റേ ദിവസം കോടതി പരിസരമാകെ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. ഓട്ടോ ഡ്രൈവർമാരെല്ലാം രാവിലെ തന്നെ അവിടെ എത്തിയിരുന്നു. ദേവസ്യച്ചായനും സാറാ ചേട്ടത്തിയും ആനിയും ഷൈനിയും വിങ്ങുന്ന ഹൃദയത്തോടെ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നു. വിധി കേൾക്കാൻ മങ്ങാട്ടുപറമ്പിൽ കുര്യാക്കോസ് മുതലാളിയും ജെയ്സൺ കുര്യാക്കോസും ഉണ്ടായിരുന്നു. അവരോടൊപ്പം തുണ്ടത്തിൽ ജോസുകുട്ടിയും റപ്പായി ചേട്ടനും തല ഉയർത്തി നിന്നു. കോടതി ആരംഭിച്ചു. ആദ്യം തന്നെ ഓട്ടോ തങ്കച്ചന്റെ കേസാണ് എടുത്തത്. കോടതി വരാന്തയും പരിസരവും നിശബ്ദമായി. ഓട്ടോ ഡ്രൈവർമാർ തങ്കച്ചന് വേണ്ടി മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ജനക്കൂട്ടം മരവിച്ചു നിൽക്കെ ജഡ്ജി വിധി വായിക്കാൻ തുടങ്ങി. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ ഈ കോടതി വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അവസാന വാചകം കേട്ടതും ദേവസ്യച്ചായൻ ബോധമറ്റ് നിലം പതിച്ചു. സാറാ ചേട്ടത്തെയും ആനിയും ഷൈനിയും ആർത്തലച്ചു കരഞ്ഞു. ഓട്ടോ തങ്കച്ചനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ആ സത്യത്തിന് മുന്നിൽ കോടതി പരിസരത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ നിമിഷങ്ങളോളം മരവിച്ചു നിന്നു. ഓട്ടോ ഡ്രൈവർമാർക്ക് ആദ്യം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു നടുക്കത്തോടെ അവർ പരസ്പരം നോക്കി നിന്നു. നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ അനിയൻ കുഞ്ഞ് യൂണിയൻ ചെല്ലപ്പനെ കെട്ടിപ്പിടിച്ചു വിലപിച്ചു. ചതിച്ചല്ലോ ചെല്ലപ്പൻ ചേട്ടാ, നമ്മുടെ തങ്കച്ചൻ. വാക്കുകൾ പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ല. ശബ്ദിക്കാൻ പോലും ആവാത്ത അവസ്ഥയിലായിരുന്നു യൂണിയൻ ചെല്ലപ്പൻ. കോടതി വരാന്തയിൽ അലമുറയിട്ട് കരയുകയായിരുന്നു സാറാ ചേട്ടത്തിയും ആനിയും ഷൈനിയും. ലക്ഷം ദേവസ്യച്ചായൻ ഒരു പഴന്തുണി കെട്ടുപോലെ നിലത്ത് കടന്ന് ഹൃദയം പൊട്ടിക്കരഞ്ഞു. ആ കുടുംബത്തിന്റെ ദുഃഖം കണ്ട് അവിടെ കൂടി നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഒരു കുടുംബത്തിന്റെ താങ്ങും തണലുമായ ഒരു മകനാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ സഹിക്കും? പക്ഷേ ആ കുടുംബത്തിന്റെ ദുഃഖം കണ്ട് അല്പം അകലെ മാറി നിന്ന റപ്പായി ചേട്ടനും ജോസുകുട്ടിയും വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. നമ്മൾ രക്ഷപ്പെട്ടടാ ജോസുകുട്ടി, ഇനി ഒരുത്തനും നമ്മുടെ സൂസനെ കല്യാണം മുടക്കത്തില്ലടാ, റപ്പായി ചേട്ടൻ പരിസരം പോലും മറന്ന് ഉറക്കെ പറഞ്ഞു. ജോസുകുട്ടിയുടെ കണ്ണുകൾ നെഞ്ചു പൊട്ടിക്കരയുന്ന ആനിയിലായിരുന്നു. എന്താ ജോസുകുട്ടി, കാമുകിയുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നുണ്ടോ? ചെറുചിരിയോടെ ജേസൺ കുര്യാക്കോസ് ചോദിച്ചു. കാമുകിയല്ലവള്, ഇനി മുതൽ അവളെന്റെ വെപ്പാട്ടിയ. ആ പട്ടിച്ചെ പിച്ച് ചീന്തി എറിഞ്ഞാലും ഒരുവനും ഇനി ചോദിക്കാൻ വരില്ല. ജോസുകുട്ടി പിറുപിറുത്തു. ഒറ്റയ്ക്ക് തിന്നരുതേ, ഓട്ടോ തങ്കച്ചനെ കാലപുരിയിലോട്ട് പറഞ്ഞു വിടുന്നത് ഞങ്ങളാ, സ്പിരിറ്റ് ജോമൻ പറഞ്ഞു. പൊടുന്നനെ കോടതി വരാന്തയിൽ തിരയിളകുന്നത് പോലെ ചലനമുണ്ടായി. വിലങ്ങണിഞ്ഞ കൈകളോടെ ഓട്ടോ തങ്കച്ചൻ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഓട്ടോ ഡ്രൈവർമാർ തെക്കി തിരക്കി മുന്നോട്ടാഞ്ഞു. തങ്കച്ചന് ചുറ്റും പോലീസ് വലയം തീർത്തു. ഇന്റെ തങ്കച്ചായ, വല്ലാത്തൊരു നിലവിളിയോടെ ആനി അവന്റെ അടുത്തേക്ക് ഓടി. പിന്നാലെ മാറത്തയച്ച് കരഞ്ഞുകൊണ്ട് സാറാ ചേട്ടത്തിയും ഷൈനിയും. എടാ മോനെ തങ്കച്ച, ഞാനിതെങ്ങനെ സഹിക്കൂടാ മോനെ. ആരൊക്കെയോ അവരെ പിടിച്ചു മാറ്റി. തങ്കച്ചന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന്റെ നോട്ടം ഓരോരുത്തരിലും മാറി മാറി പതിച്ചു. ചാച്ചൻ, അമ്മച്ചി, ആനി, ഷൈനി, പിന്നെ ഓട്ടോ ഡ്രൈവർമാർ
അയൽക്കാർ, എല്ലാവരും തന്റെ സ്നേഹിക്കുന്നവർ. അവരുടെയൊക്കെ നെഞ്ചിനുള്ളിൽ ദുഃഖസാഹര ഇരമ്പി ആർക്കുന്നത് അവൻ അറിഞ്ഞു. ഹൃദയം കീറി മുറിഞ്ഞു പോകുന്നത് പോലെ തങ്കച്ചന് തോന്നി. തങ്കച്ചായ, ഞങ്ങളെ ഇട്ടേച്ചു പോകല്ലേ തങ്കച്ചായ. ഒരു കുതിപ്പിൽ തങ്കച്ചന്റെ അടുത്തെത്തിയതും നനഞ്ഞൊരു പക്ഷിത്തൂവൽ പോലെ ആനി അവന്റെ മാറിലേക്ക് വീണ് കരഞ്ഞു. കരയരുത് മോളെ, ചാച്ചനും അമ്മച്ചിക്കും നീ വേണം ധൈര്യം കൊടുക്കാൻ. എന്റെ മോള് കരയരുത്. വിലങ്ങണിഞ്ഞ കൈകളാൽ അവളെ തഴുകിക്കൊണ്ട് വിറയാർന്ന സ്വരത്തിൽ തങ്കച്ചൻ പറഞ്ഞു. ഇനി ഞങ്ങൾക്ക് ആരുണ്ട് തങ്കച്ചായ? ഞങ്ങളെ കൂടി വധശിക്ഷയ്ക്ക് വിധിക്കാൻ കോടതിയോടൊന്ന് പറ. ആനി ചുറ്റും കൂടി നിന്നവരോടായി കേണു. ആൾക്കൂട്ടത്തിനിടയിൽ വിങ്ങിപ്പൊട്ടി നിന്ന് അനിയൻ കുഞ്ഞിന് നേരെ തങ്കച്ചൻ നോട്ടമയച്ചു. അനിയൻ കുഞ്ഞെ, വിതുമ്പി പൊട്ടിയ വിളിയച്ച കേട്ടതും അനിയൻ കുഞ്ഞ് ആൾക്കൂട്ടത്തിനിടയിലൂടെ തിരക്കി തങ്കച്ചന്റെ അടുത്തേക്ക് വന്നു. അനിയൻ കുഞ്ഞെ, എന്റെ ആനിയെ നിന്നെ ഞാൻ ഏൽപ്പിച്ചോട്ടെ? തങ്കച്ചനൊരു നിമിഷം അനിയൻ കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഇടറിയ സ്വരത്തിൽ ചോദിച്ചു. പൊടുന്നനെ അവൻ തങ്കച്ചന്റെ വിലങ്ങണിഞ്ഞ കൈകളിൽ കൂട്ടിപ്പിടിച്ച് ശബ്ദമില്ലാതെ കരഞ്ഞു. എന്റെ തങ്കച്ച. അനിയൻ കുഞ്ഞ് ആ കൈകളിൽ അമർത്തി ചുംബിച്ചു. അവന്റെ കണ്ണുനീര് വീണ് തങ്കച്ചന്റെ കൈകൾ നനഞ്ഞു. മതിയട അനിയൻ കുഞ്ഞെ, നട്ടലുള്ള ഒരുത്തന്റെ കൂടെ എന്റെ അനിയത്തി സുഖമായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് സമാധാനിക്കാലോ. മതിയടാ, എനിക്ക് സന്തോഷമായി. അത് കേട്ട് ആനി വിങ്ങി വിങ്ങി കരഞ്ഞു. യൂണിയൻ ചെല്ലപ്പനും കൂടം ബാബുവും വടിവാള് കുട്ടനും മഞ്ചട്ടി രമണനും തങ്കച്ചന്റെ ചുറ്റും വന്നു നിന്നു. തങ്കച്ചൻ ഓരോരുത്തരെയും മാറി മാറി നോക്കി. എല്ലാ കണ്ണുകളിലും കാലവർഷം കുലം കുത്തി ഒഴുകുകയായിരുന്നു. ഇനി എന്റെ കുടുംബത്തിന് നിങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ഒറ്റ സമാധാനത്തില കൊലമരത്തിലേക്ക് ഞാൻ പോകുന്നത്. എന്റെ ചാച്ചനും അമ്മച്ചിക്കും അനിയത്തിമാർക്കും ഇനി മുതൽ നിങ്ങളൊക്കെയാ തങ്കച്ചൻ. എന്താവശ്യത്തിന് നിങ്ങൾ ഉണ്ടാവണം. വാക്കുകൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. ശബ്ദമിടറി. അതരം കടിച്ചു പിടിച്ച് തേങ്ങൽ ഒതുക്കാൻ പണിപ്പെട്ടെങ്കിലും കഴിഞ്ഞില്ല. അതുവരെ ദുഃഖം കടിച്ചമർത്തി നിശബ്ദ നിന്ന ദേവസ്യാച്ചായൻ എല്ലാം തകർന്നവനെ പോലെ ഓടിയെത്തി. ഡാ തങ്കച്ച, നിന്റെ 2 അനിയത്തിമാരെ ആരെ ഏൽപ്പിച്ചിട്ടാടാ നീ പോകുന്നത്? പറയടാ മോനെ. തങ്കച്ചനെ കെട്ടിപ്പിടിച്ച് ദേവസ്യാച്ചായൻ നെഞ്ചുരുകി കരഞ്ഞു. ചാച്ചാ, ഈ നിൽക്കുന്ന ഓട്ടോക്കാരെല്ലാം നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ട്. നിങ്ങളെയൊക്കെ അവരെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. കോടതി മുറ്റമാകെ നിറഞ്ഞു നിൽക്കുകയാണ് ഓട്ടോ ഡ്രൈവർമാർ. അവർ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. ഞങ്ങളുണ്ട്, തങ്കച്ചന്റെ കുടുംബത്തിന് ഞങ്ങളുണ്ട്. ആളുകൾക്കിടയിലൂടെ ഒരു പോലീസ് ജീപ്പ് പാറി വന്നു. ജനങ്ങൾ ഇരുവശത്തേക്ക് മാറി. ജീപ്പ് കോടതിക്ക് മുന്നിൽ നിന്നു. പോകാം. ഒരു പോലീസുകാരൻ തങ്കച്ചന്റെ തോളിൽ തട്ടി. സാറാ ചേട്ടത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഷൈനിയെ തങ്കച്ചൻ അടുത്തേക്ക് വിളിച്ചു. അവൾ തകർന്നു പോയി. എന്റെ തങ്കച്ചായ, തങ്കച്ചായ, ഇനി ഞാൻ ആരെ വിളിക്കും തങ്കച്ചായ? ഇനി ഞാൻ ആരോടാ എന്റെ കൊച്ചു ആവശ്യങ്ങളൊക്കെ പറയുന്നത്, അതിനു വേണ്ടി ശാഠ്യം പിടിക്കുന്നത്? ഷൈനി ഏങ്ങലടിച്ചു കരഞ്ഞു. തങ്കച്ചന്റെ നെഞ്ചും വിങ്ങിപ്പൊട്ടി. നടക്ക്, സമയമായി, പോലീസുകാരൻ ഓർമ്മിപ്പിച്ചു. തങ്കച്ചൻ എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കിയിട്ട് നടക്കാൻ തുടങ്ങിയതും സാറാ ചേട്ടത്തെയും ആനിയും വഴി തടഞ്ഞു നിന്നു. ഇല്ല, എന്റെ മോനെ കൊണ്ടുപോകരുത്. അതല്ലേ ഞങ്ങളെയും കൊണ്ടുപോ. സാറാ ചേട്ടത്തി തങ്കച്ചന്റെ കൈകളിൽ പിടിച്ചു നിർത്തി. ഇനി ഈ മുഖങ്ങളിലൊന്നും കാണാൻ കഴിയില്ലെന്ന് ഓർത്തപ്പോൾ തങ്കച്ചന് തളർച്ച തോന്നി. ഹൃത്തടത്തിൽ വല്ലാത്ത നൊമ്പരം ഉണ്ടായി. അമ്മച്ചിന്ന് വിളിക്കാൻ ഇനി ആരാടാ എനിക്കുള്ളത്? മോനെ തങ്കച്ച, വയ്യടാ, അമ്മച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. സാറാ ചേട്ടത്തി ഒരു ഭ്രാന്തിയെ പോലെ ആയിരുന്നു അപ്പോൾ. വിലങ്ങണിഞ്ഞ കൈകൾ ഉയർത്തി അവൻ അമ്മയുടെ കണ്ണുകളൊപ്പി. അമ്മയുടെ മകന് ഇത്ര ആയുസ്സേ ദൈവം തന്നുള്ളൂ എന്ന് കരുതിയാ മതി. ഇനി മുതൽ അമ്മയുടെ തങ്കച്ചൻ ഈ നിൽക്കുന്ന അനിയൻ കുഞ്ഞ, ഇവിടെ നിൽക്കുന്ന ഓട്ടോക്കാരൊക്കെയാ. പറഞ്ഞതും തങ്കച്ചൻ മെല്ലെ നടന്നു. സാറാ ചേട്ടത്തിയും ആനിയും ഷൈനിയും പൊട്ടിക്കരച്ചിലൂടെ പിന്നാലെ ചെന്നു. നിങ്ങൾ കരയരുത്. തങ്കച്ചനെ കൊലമരത്തിലേക്ക് ഞങ്ങൾ അയക്കില്ല. ഓട്ടോക്കാർക്ക് ജീവനുണ്ടെങ്കിൽ തങ്കച്ചനെ ഞങ്ങൾ രക്ഷിക്കും. ജീവനോടെ വീണ്ടും ഞങ്ങൾ അവനെ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവരും. യൂണിയൻ ചെല്ലപ്പൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. തങ്കച്ച, ധൈര്യമായിട്ട് പോയിക്കോ. നിന്റെ കൂടെ ഓട്ടോക്കാർ മുഴുവനുണ്ട്. ഈ നാട്ടില് വേറെയും കോടതികളുണ്ട്. പട്ടിണി കിടന്നിട്ടായാലും ഞങ്ങൾ നിന്നെ രക്ഷിക്കും. ഓട്ടോ ഡ്രൈവർമാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തങ്കച്ചൻ പോലീസ് ജീപ്പിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് തുരുത്തേലച്ചൻ ഓടിക്കിതച്ചെത്തിയത്. മോനെ തങ്കച്ച, ഞാൻ ഈ കേട്ടത് സത്യമാണോടാ? തുരുത്തേലച്ചൻ വർദ്ധിച്ച ദുഃഖത്തോടെ ചോദിച്ചു. തങ്കച്ചൻ തിരിഞ്ഞു നിന്നു. അവൻ മെല്ലെ തലയിളക്കി. കർത്താവേ,
ഒരു കൈപ്പഴയ്ക്ക് ഇത്രയും വലിയൊരു ശിക്ഷ വേണമായിരുന്നോ? തുരുത്തേലച്ചൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. തങ്കച്ച, നിന്നെ രക്ഷപ്പെടുത്താൻ എന്തേലും വഴികളുണ്ടോ എന്ന് നോക്കട്ടെടാ. അതുവരെ നീ തളരരുത്. തുരുത്തേലച്ചൻ അവന്റെ തോളിൽ തട്ടി സാന്ത്വനിപ്പിക്കുമ്പോൾ ആ പുരോഹിതന്റെ മിഴികളും നിറഞ്ഞൊഴുകുകയായിരുന്നു. മതി സംസാരിച്ചത്, പോകാം. പോലീസുകാർ അവന്റെ കയ്യിൽ പിടിച്ച് ജീപ്പിലേക്ക് വലിച്ചു. ഓട്ടോ എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്